തീർച്ചയായിട്ടും ജനങ്ങളുടെ സുരക്ഷ അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് പോലീസ് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സുരക്ഷ പരിപൂർണമായും തന്നെ പോലീസിൻ്റെ ഏതാണ്ട് ഉത്തരവാദിത്വമായിട്ട് തന്നെ വരും. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് കേരളത്തിൻ്റെ ഓറഞ്ച് ബുക്ക് പ്രകാരം നമ്മുടെ ഫയർഫോഴ്സാണ്. അപ്പോൾ ഇതൊക്കെ വന്നെങ്കിലും ഫയർഫോഴ്സിലെ ആക്ടിൽ നമ്മൾ പൊതുവെ അഗ്നിരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചല്ലാതെ ഈ ക്രൗഡ് കൺട്രോളിൽ ഉള്ള റോളിനെ പറ്റി എന്തെങ്കിലും ഇനിയും എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു വന്നിട്ടില്ല. അതുപോലെ പോലീസിൻ്റെ ക്രൗഡ് കൺട്രോളിന് വിവിധ മാർഗങ്ങളുണ്ട്. നമുക്കറിയാം, കുംഭമേള നടക്കുമ്പോഴാണെങ്കിൽ അതല്ലെങ്കിൽ ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവം നടക്കുമ്പോൾ ഒക്കെ പല വിധത്തിലുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രൗഡ് കൺട്രോളിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോലീസിന് ഒരുപാട് അത്തരം ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണഗതിയിലൊരു ഉത്സവം ആണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ഒരു റെഗുലറായിട്ട് നടക്കുന്ന ഇത്തരം ഡാൻസ്, മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പ്രൊവിഷൻസ് വരേണ്ടതുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് പീനൽ പ്രൊവിഷൻസ് ഒന്നും ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. അത്തരം പീനൽ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാതെ ഇപ്പം റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് വഴി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ 304A ഇപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിത എടുത്തു നോക്കിയാൽ തന്നെ 5 വർഷത്തെ തടവ് ശിക്ഷയും പിഴയും മാത്രമാണ് വരുന്നത്. അതിലൊക്കെ എത്രയോ ഉപരിയായിട്ട് എത്രയോ ജീവനുകളാണ് നമുക്ക് ഈ ക്രൗഡ് കൺട്രോളിലുള്ള പിഴവ് മൂലം നഷ്ടപ്പെടുന്നത്. കുറച്ചുകൂടി ഉത്തരവാദിത്വം ഈ ഓർഗനൈസേഴ്സും കാണിക്കേണ്ടതുണ്ട്. പീനൽ പ്രൊവിഷൻസ് കൂടുകയാണെങ്കിൽ മാത്രമേ ഉത്തരവാദിത്വത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു രീതി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട്. സ്വയം പൗരബോധവും ഉത്തരവാദിത്വവും ഇത്തരം മെഗാ ഈവൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് സ്വയം സ്വീകരിക്കുന്നില്ല എന്നുള്ളതും വളരെ ഖേദകരമായ കാര്യമാണ്.